നിങ്ങൾക്ക് ഏതൊക്കെ ചെടി ഉണ്ടോ അതിന്റെ താഴത്തൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഫെർട്ടിലൈസർ ആണ്. കായ്ക്കുന്നതായാലും ശരി പൂക്കുന്നതായാലും ശരി ഇതൊക്കെ ബെസ്റ്റാണ്. ഓക്കെ, എൻ്റെ മാവിന് ഇത്തിരി ഒഴിക്കണേ. നോക്കട്ടെ അമ്മ, വെണ്ടയ്ക്ക അവിടെ നിന്ന് കാണിക്കൂ. വേണ്ട ഗൈസ്, ഇത് ഇന്ന് പറിച്ച വെണ്ടയ്ക്ക കേട്ടോ. ഓക്കെ, ഇനി എന്താ പറിക്കാനുള്ളത്? ഓക്കെ ആ ഗൈസ്, അപ്പം നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ 7 ഡേയ്സ് കഴിഞ്ഞു. ഇന്ന് 7ാമത്തെ ദിവസമാണ്. ഓക്കെ, തുറന്നിട്ട് നമ്മൾ ഒന്നുകൂടി ഇളക്കിയിട്ട് ഒരൊറ്റ സാധനമില്ല അലിഞ്ഞ അടിയിലെത്തി. ഒരു ചീരയാണല്ലോ ഗൈസാ കാണുന്നത്. 2 അമ്മേനോട് ഇണങ്ങിക്കില്ല. ഞാനടുത്തേക്ക് വന്നാൽ ഓടും, എന്നെ പേടിയാ. കുറച്ചു ഇനി അമ്മ ഒന്ന് ഡാൻസ് കളിക്കൂ അങ്ങനത്തെ ഉള്ളൂ. ഹൈ 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 ഹൈ. ഡ്രാഗൺ നോക്കുക. ഓക്കെ ഗൈസ്, അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം രണ്ടാളും തൊടിയിലേക്ക് പോയിട്ടുണ്ട്. കുറച്ച് നേരമായി പോയിട്ട് അവിടെയൊക്കെ കറങ്ങി കിടക്കുന്നുണ്ട്. അപ്പം വേറൊരു സാധനം കാണിച്ചു കേട്ടോ. ഇതിവിടെ ഉണ്ടായിരുന്ന പൂവ് ഇത് ചട്ടീൻ്റെ മേലിലേക്ക് കയറ്റി. ഇതെന്താ പേര് ഞാൻ മറന്നുപോയി. അവിടെ ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇതൊരു പ്രത്യേകതരം ഓർക്കിഡാണ്. കുറേ പൂവൊക്കെ ഇട്ടുണ്ട്. ഇതിലെ പൂവൊക്കെ തീർന്നു പോയി. ഇതിൽ കുറേ പൂവ് വരുന്നുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട് കണ്ടോ. അങ്ങനെ അവിടെ എന്തോ വെണ്ടയ്ക്ക പറിക്കുന്ന പരിപാടിയിലാണ്. ഇവിടെയുണ്ട് കുറേ വെണ്ടയ്ക്ക പറിക്കാൻ. കണ്ടോ, ഇതിൻ്റെ മുകളിലൊക്കെ കണ്ടോ ഒരു വെള്ളപ്പൊടി. അതെന്താണെന്നറിയോ? നമ്മുടെ ചാരമില്ലേ, ചാരം വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിക്കുന്ന കേട്ടോ. നമ്മൾ എന്താ പറയുക, ഈ ഉണങ്ങിയ ഇലയൊക്കെ കത്തിച്ചതിന് ശേഷമുള്ള ചാരം വെള്ളത്തിൽ കലക്കിയിട്ട് അച്ഛൻ തളിച്ചു കൊടുക്കും. അപ്പം ഇലയ്ക്കൊക്കെ ഭയങ്കര ശക്തി കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നെ വേറൊരു സാധനം കാണിച്ചു കേട്ടോ. ഇത് കണ്ടോ, ആൾക്ക് കുറച്ച് ക്ഷീണമുണ്ട്, പക്ഷേ മിനിഞ്ഞാന്ന് കൊണ്ട് വെച്ചിട്ടേ ഉള്ളൂ. എൻ്റെ ഒരു കായ കണ്ടോ, അത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് സ്ട്രോബെറിയാണ്. കറക്റ്റായിട്ടത് എന്താ പറയുക, മുളച്ച് വരുന്നേ ഉള്ളൂ. പിന്നെയെന്ന് പറയുമ്പം നമുക്ക് തൊടിയിലേക്ക് പോയി നോക്കാം. എന്തിനൊന്നുമില്ലേ? ഒന്നുമില്ല, പഴുത്തിട്ടില്ല. ഇവിടെ ഒന്നും വെച്ചില്ലല്ലേ മമ്മി? അവിടെ കുഴി കുഴിച്ച് വെച്ചിട്ട് അവിടെ ഒന്നും വെച്ചിട്ടില്ല ഫ്രൂട്ട്സ്. വേസ്റ്റ് കൊണ്ടിട്ടത് കണ്ടു. ഓക്കെ ഓക്കെ ഓക്കെ, ഇത്രേ കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, പറിച്ചോളൂ. എവിടെ പയറ് പൂവിട്ടു എന്ന് പറഞ്ഞു? കായായോ? കണ്ട ഗായ്സ്, പയർ. കാണാൻ മാത്രല്ല, അതിനിപ്പോ 2 ദിവസം കൊണ്ട് വലുതാവും. ഇപ്പൊ ഇവനാണല്ലോ വലുതായത്. ഇപ്പൊ ഇവനാണ് എൻ്റെ ഫേവറേറ്റ്. പണ്ട് ഇവനായിരുന്നേ. ഇവനൊരു ക്ഷീണമൊക്കെ ഉണ്ടല്ലോ, അതാണ് എൻ്റെ അത്. എന്താ പേരക്കൊക്കെ കവറിട്ടോ? എൻ്റെ അമ്മോ, എല്ലാത്തിനെയും പിടിച്ച് കവറിട്ട് എല്ലാത്തിനെയും പിടിച്ച് ഷെഡ് ഇടിപ്പിച്ചു. കണ്ടോ, എല്ലാ പേരക്കും കവറിട്ട്. കണ്ടോ ഗൈസ്, എല്ലാ പേരക്കും കവറിട്ടു. ഏത്? അയ്യോ, കണ്ടോ, അവൻ്റെ ഷെഡിൽ കയറിപ്പോയി. അവൻ്റെ ഷെഡിൽ കയറി.
കൊള്ളാം. ഓക്കെ, പറിച്ചോളൂ പറിച്ചോളൂ. ഇതാ ഇവിടെ ഉണ്ട് ഇഷ്ടം പോലെ. പറിച്ചോളൂ പറിച്ചോളൂ. ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കട്ടെ ഇവിടെ കാണിച്ചു തരാൻ. ഇതൊക്കെ പൂവൻ്റെ ആണോ അമ്മ? അതാ വരുന്നു. ഇതുണ്ട് വൈറ്റ് ഞാവലിൻ്റെ. ഇതൊക്കെ പൂ കായ്ക്കുമോ ദൈവമേ? വൈറ്റ് ഞാവലാണ് കേട്ടോ, വെള്ള ഞാവൽ. ആരടാ, ഡ്രാഗണാണോ? ഓടട്ടെ ഓടട്ടെ. ഇത് നമ്മൾ 2 ദിവസം മുമ്പ് കുഴിച്ചിട്ട വഴുതനങ്ങയാണ് കേട്ടോ. വെള്ള വഴുതനങ്ങയാണേ, അല്ല പച്ച. വെള്ള വഴുതനങ്ങ നമ്മൾ കുമ്പിളിനകത്ത് ഉണ്ടാക്കിയിട്ട് എന്താ പറയുക, കുഴിച്ചിട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ അത് മുളയ്ക്കണം. ഓക്കെ, ഇതൊക്കെ ഇത്ര ചെറുപ്പത്തിലേ ഇതിങ്ങനെ പൂവിടുമോ? ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ പറഞ്ഞോട്ടോ, നോ പ്രോബ്ലം. എനിക്കറിഞ്ഞൂടാ. പിന്നെയെന്ന് പറയുമ്പം ചുവന്ന ചീര പറിക്കാനുണ്ട്. അവിടെയൊക്കെ കുറേ ചീര ഉണ്ടാവുന്നുണ്ട്. ഇതിലൂടെ നടക്കാൻ പറിച്ചോളൂ. ലാസ്റ്റ് എല്ലാം കൂടി കാണിക്കാം. ഓക്കെ, ഞാനിതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഞാനിങ്ങനെ കുനിഞ്ഞ് പോവാണ് കേട്ടോ ഗൈസ്. കേട്ടോ, നിങ്ങൾ പറിച്ചോളൂ, ഞാൻ ലാസ്റ്റ് ആകുമ്പോഴേക്ക് കാണിക്കാം. ഇനിയിപ്പോൾ ഇതിൽ 1 2 3 ഡ്രാഗൺ ഇവിടെ വാ. അതിൻ്റെ ഉള്ളിൽ കണ്ട സിംഹമായി ഇരിക്കുന്നത്. എന്താ ഇവിടെ നമ്മൾ ഇട്ട കവറാട്ടോ ഈ കാണുന്നത്, എക്സ്ട്രാ വന്നതാണ്. ഇനിയിപ്പോൾ പേരൊക്കെ ഏതെങ്കിലും മിസ് ഉണ്ടോയെന്ന് അറിഞ്ഞൂടാ. പറ്റുന്ന എല്ലാത്തിലും ഇവർ കവർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം ചക്കേനെ പറ്റി പറയുമ്പോൾ 1 2 3 4 5 എണ്ണം കൂടി ഉണ്ട്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോന്നൊക്കെ കിട്ടും. ഇത് നമ്മുടെ ഇതാണ് കേട്ടോ. എന്തായിരുന്നു അതിൻ്റെ പേര്? അയ്യോ, ഉമ്മർച്ചാമ്പയ്ക്ക. ഇത് കണ്ടോ. പിന്നെ അതാ ഉള്ളിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടിട്ടുണ്ടാവുന്നു. ഓക്കെ, അവർ രണ്ടാളും വെണ്ടയ്ക്ക പറിച്ച് കളിക്കുകയാണ്. അതാ ആ ഒരു റോലില്ലേ അച്ഛൻ അവിടെ നട്ടില്ലേ, അതിനകത്ത് ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ കണ്ടില്ല. അവിടെ ഞാൻ കുറേ എണ്ണം കണ്ടിട്ടുണ്ടേ. ഇവിടെ തോന്നുന്നു. അത് തന്നെ. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഇതും. പിന്നെ ഈ സൈഡിലുള്ള പിന്നെ ഇത് അത് ചെറുതാ. മൂത്ത് പോകൂലേ? ഡ്രാഗൺ ഇവിടെ വാടാ. ഞാൻ പിടിച്ചിട്ടുണ്ട്. എൻ്റെ കണ്ണിനെന്തേ പറ്റി? ആരെയും മാന്തിയോ? മ്യാവ് മ്യാവ്. എൻ്റെ ഓട്ടംകാരനെ ഇവിടുത്തെ ചെടിയൊക്കെ നശിക്കുന്നുണ്ടെന്ന് കംപ്ലൈൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ചീര ചുവന്ന ചീരയല്ലേ പറിക്കുന്നേ? ഓക്കെ, നമ്മൾ ഈ ചാമ്പക്കയുടെ ഇല പറിച്ചിട്ടാട്ടോ നമ്മൾ മിനിഞ്ഞാന്ന് കുമ്പിളുണ്ടാക്കിയത്, നമ്മളെ വഴുതനങ്ങ നടാൻ വേണ്ടിയിട്ട്. ഇതിൽ പുതിയ പൂവൊന്നുമില്ലേ? എത്രണ്ണം പറിച്ചു നോക്കട്ടെ അമ്മ. വെണ്ടയ്ക്ക അവിടെ നിന്ന് കാണിക്കൂ. വേണ്ട ഗൈസ്, ഇത് ഇന്ന് പറിച്ച വെണ്ടയ്ക്ക കേട്ടോ. ഓക്കെ, ഇനി എന്താ പറിക്കാനുള്ളത്? ഓക്കെ,
ചുവപ്പും പച്ചയോ? അപ്പം അന്ന് ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ പറിക്കണ്ടെന്ന് പറഞ്ഞു. ആ വലിയാപ്പിളാക്കോ അടുപ്പമേ. ആ എല്ലാവർക്കും കൊടുക്കാനൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ പരിപാടിയാണ്. ഓക്കെ, ചുവപ്പ് പറിച്ചോളൂ. അത് പച്ചയല്ലേ? ഓക്കെ. ഒന്ന് ഒരു ചീരയാണല്ലോ ഗൈസാ കാണുന്നത്. 2 അമ്മയ്ക്ക് കാവടി ഉള്ളാനൊക്കെ പോവാ. പച്ച അത് മതി. ചുവപ്പ് ആ അതെ അതെ അതെ, ചുവപ്പും പറിച്ചു. ഇനി അമ്മ ഒന്ന് ഡാൻസ് കളിക്കൂ. അങ്ങനത്തെ ഉള്ളൂ. ഹൈ 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 ഹൈ. ഡ്രാഗൺ നോക്കുക. ഓക്കെ. ആ നമ്മുടെ ഇത് ശീമക്കൊന്നയുടെ ഇല കൊണ്ടുണ്ടാക്കിയ വളം അത് ഇതിൻ്റെ പരിപാടിയും കൂടി ഉണ്ട് ഗൈസ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ 7 ഡേയ്സ് കഴിഞ്ഞു. ഇന്ന് 7ാമത്തെ ദിവസം. നമ്മൾ എന്ത് ചെയ്യണു, ടൈറ്റായിട്ട് വെച്ചതായിരുന്നു. ഓക്കെ, തുറന്നിട്ട് നമ്മൾ ഒന്നുകൂടി ഇളക്കി. കാരണം ഒരൊറ്റ സാധനമില്ല, അലിഞ്ഞ അടിയിലെത്തി ഇങ്ങനെ വെള്ളം ആവും. അപ്പൊ നമ്മൾ ഇതിന്റെ തെളി മാത്രം എടുക്കും. തെളി മാത്രം എടുത്തിട്ട് നമ്മൾ കാണിച്ചു തരാം. ഒരു കപ്പിന് 10 മഗ്. അതായത് നിങ്ങളിപ്പം ഏത് ഇതാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്കിത് യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊരു കപ്പ് എടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ അതേ അളവിന്റെ മഗ് വെള്ളം നിറയ്ക്കണം അല്ലേ? അല്ല, ഇത് അടുത്തേക്ക് കൊണ്ടുപോയാൽ പോരെ? ഓക്കെ ഓക്കെ, അതുകൊണ്ട് വെള്ളം ഓക്കെ. അപ്പം നമ്മൾ 10 മുളച്ചോ ഗൈസ്? ഞങ്ങളുടെ മാങ്ങഞ്ചി മുളച്ചു കണ്ടോ? അതാ 10 മഗ് വെള്ളം ആഡ് ചെയ്യണേ. അപ്പോൾ അത് അച്ഛൻ ഒഴിച്ചോളൂ കേട്ടോ. ഇതിനടച്ച് വെക്കട്ടെ. 4 ഇനി ഒരു 6 കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ ആള് സെറ്റപ്പ് ആയിട്ടോ. ഓക്കെ, അപ്പോൾ 10 ആയി കേട്ടോ. ഓക്കെ ഗൈസ്, 10. അത് നൈസായിട്ട് നമ്മൾ വൈകിട്ട് വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നല്ല ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഏതൊക്കെ ചെടി ഉണ്ടോ അതിന്റെ താഴത്തൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഫെർട്ടിലൈസർ ആണ്. കായ്ക്കുന്നതായാലും ശരി, പൂക്കുന്നതായാലും ശരി, ഇതൊക്കെ ബെസ്റ്റ് ആണ്. ഓക്കെ, എന്റെ മാവിന് തിരി ഒഴിക്കണേ. മൈ മാവ്. ഓക്കെ, അപ്പം ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. അപ്പോൾ അത് ഞങ്ങളുടെ ചാനൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. കുറച്ച് ദിവസം മുമ്പുള്ള വീഡിയോസൊക്കെ നോക്കിയാൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ ഇതിൻ്റെ ടോപ്പിലിടാം. ഓക്കെ, അപ്പം ഇതാണ് ഞങ്ങളുടെ നൈട്രജൻ റിച്ച് ആയിട്ടുള്ള ശീമക്കൊന്നി ശർക്കരയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഫെർട്ടിലൈസറാണ് കേട്ടോ. എന്താ വെച്ചാൽ മണമുണ്ട്, പക്ഷെ അത്രയും എന്താ പറയുക, ഭയങ്കര വൾഗറായിട്ടുള്ള ഒരു മണമൊന്നുമല്ല. ഓക്കെ, അങ്ങനെയാണ് കേട്ടോ ഗൈസ്. അമ്മയ്ക്ക് എന്തോ പേരൊക്കെ പറിക്കാനുണ്ടെന്ന് പറഞ്ഞു. പറിച്ചോളൂ, ഞാൻ വരാം. കമോൺ, ഫോളോ മീ. അച്ഛനെന്തോ ഒഴിച്ചു കൊടുത്തോളൂ. അപ്പം ഓക്കെ, ഞാൻ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. കിളി വന്നോ? അതിനെവിടെയാ വെള്ളം? അതിന് കുളിക്കാൻ ആണോ? എന്നെ കണ്ടാ ഓടും. അതാ വന്നു. അമ്മേനോട് ഇണങ്ങിയ കിളിയാ. ഞാനടുത്തേക്ക് വന്നാ ഓടും. എന്നെ പേടിയാ. എല്ലാം പാവാ. നമ്മൾ മാത്രമേ ഉള്ളൂ. അതെ, ദുഷ്ടൻ. ഓക്കെ, അവിടെ നിന്ന് പറിച്ചോളൂ.
അതിങ്ങോട്ട് പോന്നോളൂ, എന്നിട്ട് വലിച്ചോളൂ. അയ്യ കമാൻ. ആഹാ നല്ല കാറ്റ്. ആ കവർ ഇങ്ങോട്ട് കയറിക്കോളൂ അമ്മ. ഒരു ക്യാച്ച്. ആഹാ കണ്ടോ ഗൈസ്, ഇതാണ് ഇന്നത്തെ ഡിന്നർ സപ്പർ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അച്ഛനവിടെ ഫെർട്ടിലൈസർ ബാക്കി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് സാധനമാണ്. അതിനനുസരിച്ച് പ്രപ്പോർഷനായിട്ട് നിങ്ങൾ വെള്ളം ഒഴിക്കണം കേട്ടോ. ഓക്കെ ഉണ്ടോ? ഓക്കെ മമ്മി ഒരു ബൈ ബൈ പറഞ്ഞോളൂ. ബൈ 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 ഗൈസ്.